പ്രധാന വാർത്തകൾ. റാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചെന്ന് സമ്മതിച്ച് പാകിസ്ഥാൻ. സൈനിക മേധാവി പുലർച്ചെ തന്നെ ഇക്കാര്യം അറിയിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വ്യോമതാവളങ്ങളിൽ മിസൈൽ പതിച്ചെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് ഇതാദ്യം. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയെന്ന വിവാദ പരാമർശത്തിൽ ജി സുധാകരന്റെ മൊഴിയെടുത്തേക്കും. വിവാദ പരാമർശത്തിന്റെയും തിരുത്തൽ പ്രസംഗത്തിന്റെയും വീഡിയോകൾ ശേഖരിച്ച് പോലീസ്. 36 വർഷം മുമ്പുള്ള സംഭവത്തിൽ തെളിവ് കണ്ടെത്തുക വെല്ലുവിളി. മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 3 സംഘങ്ങളായി പരിശോധന. കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടും കടുവയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. കടുവയെ കണ്ടെത്തിയാൽ കുങ്കിയാനകളെ സഹായത്തോടെ മയക്കുവെടിവെക്കും. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. മെയ് 27 വരെ റിമാൻഡിലായ ബെയിലിൻ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ചരിത്രം കുറിച്ച് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 900 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. ഡയമണ്ട് ലീഗിൽ നീരജിന് 2ാം സ്ഥാനം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. ലീഗിൽ അവശേഷിക്കുന്ന 17 മത്സരങ്ങൾ. പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ബംഗളൂരു കൊൽക്കത്തയ്ക്കെതിരെ. മത്സരം രാത്രി 7:30 ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ.